നമസ്കാരം. രാജ്യം കാത്തിരുന്ന പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ചു. 3 പ്രധാനപ്പെട്ട ബില്ലുകളാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം പരിഗണിക്കുന്നത്. അതായത് ഭരണഘടനയുടെ 131 ഭേദഗതി ബില്ല്, വനിതകൾക്ക് പാർലമെൻറ്റിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും സംവരണം നൽകുന്ന നിയമ ഭേദഗതിയാണത്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബില്ലാണ് മണ്ഡല പുനർനിർണയ ബില്ല്. അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി എന്നിങ്ങനെ 3 ബില്ലുകളാണ് ഈ പ്രത്യേക പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വരിക, പാർലമെൻറ്റ് സെഷനിൽ ചർച്ചയ്ക്ക് വരിക. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറെ വിവാദമായേക്കാവുന്ന ബില്ലുകളാണ് ഇവ എന്നുള്ളതാണ്. വനിതാ സംവരണം എന്ന വിഷയത്തെ തത്വത്തിൽ പ്രതിപക്ഷം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മണ്ഡല പുനർനിർണയം, അതിനോട് പ്രതിപക്ഷം ഒരു കാരണവശാലും യോജിക്കില്ല എന്ന നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ നടന്നേക്കാം. പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. വലിയ വിവാദങ്ങൾ ഒരുപക്ഷെ ഈ പാർലമെൻറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും ഈ ബില്ലുകൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൽ ബില്ല് അവതരണത്തിനുള്ള അനുമതി രാവിലെ തേടിയിരുന്നു. ആ അനുമതിയെ തന്നെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഈ ബില്ല് ഭരണഘടനാ വിരുദ്ധമാണെന്നും അത് 2029 തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന ലക്ഷ്യമാണ് BJPക്ക് ഈ ബില്ല് കൊണ്ടുവരുന്നതിലൂടെ ഉള്ളത് എന്നും പ്രതിപക്ഷത്തിന് വേണ്ടി KC വേണുഗോപാൽ ആഞ്ഞടിച്ചു. മാത്രമല്ല, നിരവധി പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളും ഈ ബില്ലിനെ എതിർത്ത്, അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിക്കുന്നതിനെ എതിർത്ത് സംസാരിച്ചു. എന്നാൽ KC വേണുഗോപാൽ ഉന്നയിച്ച വിഷയം അത് ബില്ലിൻ്റെ മെറിറ്റിനെ കുറിച്ചുള്ള വിഷയമാണ്. അത് ബില്ല് പരിഗണിക്കുമ്പോഴാണ് അത് പറയേണ്ടതെന്നും ഇപ്പോൾ ബില്ലിൻ്റെ സാങ്കേതികമായ വിഷയങ്ങൾ മാത്രമാണ് അംഗങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ബില്ല് അവതരണ അനുമതി തേടിയപ്പോൾ തന്നെ കൊമ്പ് കോർക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് പാർലമെൻറ്റിൽ കണ്ടത്. അതായത് ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി ഭരണപക്ഷം തേടുന്നു, പ്രതിപക്ഷം അതിനെ ശക്തമായി എതിർക്കുന്നു. ഒടുവിൽ വോട്ടിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കാനുള്ള ആ ഒരു തീരുമാനത്തെ പ്രതിപക്ഷം എതിർക്കുന്നു. പിന്നീടാണ് വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. ആ വോട്ടെടുപ്പിൽ ഭരണപക്ഷത്തിന് വിജയം കിട്ടുന്നുണ്ട്. ഭൂരിപക്ഷം അംഗങ്ങളും വോട്ടെടുപ്പിൽ അല്ലെങ്കിൽ ബില്ല് അവതരണത്തിന് അനുമതി നൽകണം എന്ന അഭിപ്രായമായിരുന്നു. അതുകൊണ്ട് തന്നെ 185-ലധികം പേർ എതിർത്തുവെങ്കിലും ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി അത് പാർലമെൻറ്റ് സർക്കാരിന് നൽകിയിരിക്കുന്നു. ആദ്യഘട്ടം അല്ലെങ്കിൽ ഈ ബില്ലിൻ്റെ ആദ്യ കടമ്പ സർക്കാർ കടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭയിൽ 18 മണിക്കൂർ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. 14 മണിക്കൂർ ചർച്ച രാജ്യസഭയിലും ഉണ്ടാകും എന്നുള്ളതാണ്. രാജ്യം ഉറ്റുനോക്കുന്ന ചർച്ചയായിരിക്കും ഈ മണിക്കൂറുകളോളം പാർലമെൻറ്റിൽ നടക്കുക. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെൻറ്റിലെത്തി അദ്ദേഹം നരേന്ദ്രമോദിയുടെ പ്രസംഗം ഉണ്ടാകും എന്ന സൂചന വരുന്നുണ്ട്. എന്തായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെൻറ്റിൽ വരും മണിക്കൂറുകളിൽ ഏറ്റുമുട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ 3 പ്രധാനപ്പെട്ട ബില്ലുകളെ സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കൊമ്പ് കോർക്കുന്ന മണിക്കൂറുകളായിരിക്കും ഇനി വരാൻ പോവുക. ലോക്സഭയിൽ 18 മണിക്കൂർ, രാജ്യസഭയിൽ 16 മണിക്കൂറും ഈ ബില്ലിനെക്കുറിച്ചുള്ള നിർണായകമായ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. മണ്ഡല പുനർനിർണയത്തിന്മേലാണ് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എതിർപ്പ്. അതായത് വനിതകൾക്ക് മികച്ച പ്രാതിനിധ്യം ലഭിക്കുക എന്നുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വേണ്ട കാര്യമാണ്. അതിനെ ഞങ്ങൾ തത്വത്തിൽ അംഗീകരിക്കുന്നു. പക്ഷേ ഇതിനെ ഈ മണ്ഡല പുനർനിർണയവുമായി കൂട്ടിക്കെട്ടുക എന്നതാണ് എതിർക്കുന്നത്. അത് BJPക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഈ ബില്ല് അവതരണാനുമതി തേടിയപ്പോൾ തന്നെ KC വേണുഗോപാൽ പറഞ്ഞത് അതുതന്നെയാണ്. 2029 തെരഞ്ഞെടുപ്പ് അത് വിജയിക്കാൻ സാധിക്കില്ല എന്ന് BJP കണക്ക് കൂട്ടുന്നു. അതിനെ ബൈപ്പാസ് ചെയ്യാനായിട്ടാണ് BJPക്ക് അനുകൂലമായി മണ്ഡല പുനർനിർണയം വരിക എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ ഭരണപക്ഷം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായം എന്നത് അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി ലോക്സഭയിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട്. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. 2026 സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി MP-മാരുടെ എണ്ണം വർദ്ധിക്കേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ബില്ലനുസരിച്ച് 850 അംഗ ലോക്സഭ എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 543
803 നിന്നും ലോക്സഭയിലെ അംഗത്വം 850 എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 815 അംഗങ്ങൾ സംസ്ഥാനങ്ങളിൽ നിന്നും 35 അംഗങ്ങൾ വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതി അത് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു കേവല ഭൂരിപക്ഷം കൊണ്ട് ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ലോക്സഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിക്കോട്ടെ ഇപ്പോഴത്തെ സർക്കാരിന് സ്പെഷ്യൽ മെജോറിറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2/3 ഭൂരിപക്ഷം ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിന്, ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കുന്നതിന് ആവശ്യമാണ്. ലോക്സഭയിൽ 362 അംഗങ്ങളുടെ പിന്തുണ വേണം ഈ നിയമം പാസ്സാക്കുന്നതിന്. അതായത് 2/3 ഭൂരിപക്ഷത്തിന് 543 അംഗ ലോക്സഭയിൽ 362 അംഗങ്ങളുടെ പിന്തുണ വേണം. പക്ഷേ BJPക്ക് 293 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് നിലവിലുള്ളത്, NDAക്കുള്ളത്. 69 അംഗങ്ങളുടെ കുറവ് ലോക്സഭയിൽ തന്നെയുണ്ട്. രാജ്യസഭയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ 164 അംഗങ്ങളുടെ പിന്തുണ 2/3 ഭൂരിപക്ഷത്തിന് ആവശ്യമാണ്. 245 അംഗ രാജ്യസഭയിൽ 164 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. 141 അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് NDAക്ക് രാജ്യസഭയിലുള്ളത്. അവിടെയും 23 അംഗങ്ങളുടെ കുറവ് ഭരണപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് എങ്ങനെ പാസ്സാകുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വളരെയധികം അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഭരണപക്ഷത്തിന് അങ്ങനെ വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ ലളിതമായി ഈ ബില്ലുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയില്ല. നേരത്തെ ഇത്തരത്തിലുള്ള പല നിയമനിർമ്മാണങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജമ്മു കാശ്മീരിൽ ഭരണഘടനയുടെ 370-ാം വകുപ്പ് റദ്ദാക്കുന്നു. അങ്ങനെ നിരവധി സങ്കീർണമായ ഭേദഗതി ബില്ലുകൾ അത് ഇതിനു മുമ്പും പാസ്സാക്കിയിട്ടുണ്ട്. 2019 ആണ് അത് പാസ്സാക്കിയത്. ഇങ്ങനെ ഈ നിയമങ്ങളും ആ രീതിയിൽ പാസ്സാക്കിയെടുക്കാം എന്ന ആത്മവിശ്വാസമാണ്. പക്ഷേ അംഗങ്ങൾ അല്ലെങ്കിൽ പിന്തുണ അത് വലിയ രീതിയിൽ കുറവാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 2/3 ഭൂരിപക്ഷം ലോക്സഭയിലോ രാജ്യസഭയിലോ അവർക്കില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാകും ഈ ബില്ല് പാസ്സാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യം ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷമാകട്ടെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാകട്ടെ ഈ ഒരു വിഷയത്തിലാണ് അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അവർ ശക്തമായി എതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രതിപക്ഷം ഒറ്റക്കെട്ടാണ് എന്ന ഒരു തോന്നൽ അവർ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഭരണപക്ഷമാകട്ടെ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ചർച്ചകൾ ഏതറ്റം വരെയും പോകാം, ഏത് വിഷയവും നമുക്ക് ചർച്ച ചെയ്യാം. വനിതാ സംവരണ ബില്ലിനെ കുറിച്ചാകട്ടെ അല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായി നടപ്പാക്കുന്ന ഈ ലോക്സഭ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയമായിക്കോട്ടെ, ഇതെല്ലാം വളരെ വിശദമായി തന്നെ പ്രതിപക്ഷവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെൻറ്റിൽ പറഞ്ഞതും. എന്തായാലും അടുത്ത 3 ദിവസങ്ങൾ ഇന്നും അതായത് ഏപ്രിൽ 16, 17, 18 തീയതികളിൽ പ്രത്യേക സമ്മേളനം അതായത് ബഡ്ജറ്റ് സെഷൻ നീട്ടുകയായിരുന്നു 3 ദിവസം കൂടി. വളരെ പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണ് അത്. കാരണം വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചെങ്കിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ വളരെയധികം BJP പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ അതായത് ഈ മാസം ഏപ്രിൽ 23-നും 29-നുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 23-നും പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായി ഏപ്രിൽ 23-നും 29-നുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ ബില്ലുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ ഭരണഘടനാ ഭേദഗതികൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താകും എന്നുള്ളതിനെക്കുറിച്ച് രാജ്യം ഉറ്റുനോക്കുകയാണ്. നിർണായകമായ ചുവടുവയ്പ്പുകളും തന്ത്രങ്ങളുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ ഏറ്റുമുട്ടിയേക്കാം.